ഹായ് കുട്ടികളെ മാതാപിതാക്കളെ, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണലായിട്ടുള്ള റാങ്കുകൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇനിയിപ്പോൾ നമ്മൾ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങിലേക്കും കോളേജിൻ്റെ സെലക്ഷനിലേക്കും ബ്രാഞ്ചിൻ്റെ സെലക്ഷനിലേക്കും ഒക്കെ പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് ഇനി നമ്മൾ തുടർച്ചയായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒത്തിരി കുട്ടികൾ നേരിട്ട് തന്നെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുന്നു. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, ഏത് കോളേജാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഏത് ബ്രാഞ്ചാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ ഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പ്ലേസ്മെൻറ്റ്സ്, അങ്ങനെ നിങ്ങളെ അലട്ടുന്ന സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സഹായം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങളെ നമ്മുടെ വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അതിലേക്ക് ചോദിക്കാവുന്നതും എനിക്ക് അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് അറ്റൻഡ് ചെയ്ത് നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങുന്നത് വരെ ഉള്ള എല്ലാ സപ്പോർട്ടുകളും എനിക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റാങ്ക് വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയം നമുക്ക് എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക? ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരൻസുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും നിങ്ങളുടെ ലൈഫിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരുമായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വീട്ടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നിരുന്നിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങളുണ്ടാവും, അച്ഛനമ്മമാർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ താല്പര്യങ്ങളെല്ലാം എല്ലാവരുടെയും താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളൊരു സൊല്യൂഷനിലേക്ക് വേണം നമ്മൾ വരാനായിട്ട്. കാര്യം ആ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് നമുക്കൊരു കോളേജ് സെലക്ട് ചെയ്യേണ്ടതും ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ എപ്പോഴും കോളേജ് ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. കാര്യം നമ്മൾ സ്കൂളിംഗ് ചെയ്തതുപോലെ അല്ല. എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും KTUവിൻ്റെ സ്റ്റുഡൻസ് ആണ്. നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളും KTUവിൻ്റെതാണ്. എങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കയറി പറ്റുന്ന ഏറ്റവും വലിയ ഒരു കോളേജും ക്യാമ്പസും ഏതാണോ ആ ഒരു കോളേജിലേക്ക് കയറുന്ന രീതിക്ക് വേണം നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി സെറ്റ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ആരും ടെൻഷനൊന്നും എടുക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിനേക്കാളും ഏകദേശം 2400ഓളം ക്വാളിഫയേഴ്സ് നമ്മുടെ ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ കൂടുതലാണ്. പക്ഷേ എന്നാൽ പോലും പല കോളേജുകളിലും ബ്രാഞ്ചുകളുടെ അഡീഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റുകളുടെ എൻഹാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് റാങ്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിലും നിങ്ങളുടെ റാങ്കിന് ആനുപാതികമായി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടുന്നതാണ്. അത് ഗവൺമെൻറ് കോളേജിലാവാം, ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകളിലാവാം, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാവാം, ഇല്ലെങ്കിൽ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജുകളിലാവാം. അപ്പോൾ ഈ കോളേജുകളെ പറ്റിയും ഇതിൽ ഏത് കോളേജുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നും ഓരോ കോളേജും ഓരോ കാറ്റഗറിയിലുള്ള കോളേജുകളും എങ്ങനെയാണ് മറ്റൊരു കോളേജിൽ നിന്ന് വ്യത്യസ്തമാവുന്നതും എന്നൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇനി ഇത് തുടർന്ന് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പേരൻസിനോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും എന്തായിരിക്കണം, ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ് എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ബെസ്റ്റ് കോളേജുകളുടെ ഒരു വീഡിയോ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് അനുസരിച്ചും ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയുള്ള വേരിയേഷൻ അനുസരിച്ചിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഈ നല്ലൊരു ക്യാമ്പസിലേക്ക് പോകുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? കാര്യം നമുക്ക് അവിടെ കിട്ടുന്ന ഒരു എൻവയോൺമെൻറ്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഒരു സ്കൂൾ വിദ്യാഭ്യാസം പോലെ നമ്മൾ പോയി ഒറ്റയ്ക്ക് പഠിക്കുന്നു, മാർക്ക് എടുക്കുന്നു എന്നുള്ളതല്ല എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഒരു വലിയ ക്യാമ്പസിൽ ഒരു വലിയ ഗ്രൂപ്പിനിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം നിങ്ങൾക്കറിയാം, അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ മാൻ ആണ്. പക്ഷേ അബ്ദുൽ കലാം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു മിസൈൽ ഉണ്ടാക്കി ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. കാരണം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീം എഫേർട്ടാണ്, ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ ആ കളക്റ്റീവ് എഫേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മുടെ എൻവയോൺമെൻറ്റ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മുടെ കോളേജിൽ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മുടെ സീനിയേഴ്സ്, നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയവർ ഏത് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ള ഫാക്ടേഴ്സ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന രീതിയിലുള്ളൊരു കോളേജിലേക്ക് വേണം നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കയറുവാൻ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ആ കോളേജിൽ നിന്നുള്ള പ്ലേസ്മെൻറ്റ്സ്. ഇനി പ്ലേസ്മെൻറ്റ്സിന് ഉപരിയായിട്ട് തന്നെ ആ കോളേജിൽ നിന്ന് മറ്റ് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോയിട്ടുള്ള ആളുകൾ, കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാട്, ഇതെല്ലാം
നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വളരെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോളേജുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോളേജുകൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. കാര്യം നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോളേജിലും നിങ്ങൾക്കൊരു എൻട്രി പാസ് കിട്ടും. അപ്പോൾ ആ എൻട്രി പാസുമായിട്ട് നിങ്ങൾക്ക് കോളേജിൽ നടന്നു നോക്കാം, ക്യാമ്പസ് കാണാം, ഓൾറെഡി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, അഡ്മിഷൻ വിങ്ങിൽ പോയി സംസാരിക്കാം, കോളേജിൻ്റെ ബ്രോഷേഴ്സ് കളക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു റിസർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എത്രത്തോളം റിസർച്ച് നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കോർ ബ്രാഞ്ചുകളും ഉണ്ട്, ന്യൂ ഏജ് ആയിട്ടുള്ള ബ്രാഞ്ചുകളും ഉണ്ട്. അപ്പോൾ കോർ ബ്രാഞ്ചുകളുടെ പ്രത്യേകത എന്താണ്? കോർ ബ്രാഞ്ചുകൾ പണ്ട് മുതലേ ഉള്ള ബ്രാഞ്ചുകളാണ്. വർഷാവർഷങ്ങളിൽ അതിൻ്റെ ഡിമാൻഡിൽ ചെറിയ വേരിയേഷൻ വരുമെങ്കിലും ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാഞ്ചുകളാണ്. കോർ ബ്രാഞ്ചുകൾ കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിലോ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെയോ തുടരാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കോർ ബ്രാഞ്ചുകളാകും കുറച്ചുകൂടെ സ്യൂട്ട് ചെയ്യുക. കാര്യം ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ പോലെയുള്ള ബ്രാഞ്ചുകൾ പണ്ട് മുതലേ ഉള്ള ബ്രാഞ്ചുകളായതിനാൽ ഗവൺമെൻറ് സെക്ടറിലേക്കുള്ള വേക്കൻസീസ് എല്ലാം കൂടുതലായും ഈ ബ്രാഞ്ചുകളിലാണ് വരുന്നത്. ഇനി ന്യൂ ഏജ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് മുതലായിട്ടുള്ള മറ്റ് ബ്രാഞ്ചുകളിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഏറ്റവും കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജീസ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് കൂടാതെ തന്നെ നിങ്ങൾ വിദേശത്തേക്കോ മറ്റോ പോകാനോ മൈഗ്രേറ്റ് ചെയ്യാനോ നിങ്ങളുടെ മാസ്റ്റേഴ്സ് MS പ്രോഗ്രാം ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ന്യൂ ഏജ് ബ്രാഞ്ചുകൾ സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് വിദേശത്തേക്ക് അഡ്മിഷൻസ് എടുക്കാനും മൈഗ്രേറ്റ് ചെയ്യാനുമായിട്ട് സാധ്യതകൾ ഉണ്ടാക്കി തരുന്നത്. ഓരോ ബ്രാഞ്ചിൻ്റെ പ്രത്യേകതകളും ആ ബ്രാഞ്ചിലുള്ള ജോലി സാധ്യതകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഇതിൻ്റെ പിറകെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നതിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ? അത് നിങ്ങളുടെ താല്പര്യം തന്നെയാണ്. നിങ്ങളുടെ താല്പര്യം എന്താണ്, എന്ത് പഠിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് കൂടാതെ തന്നെ അതിനകത്ത് സെക്കൻഡറി ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ നിങ്ങളുടെ സ്കിൽ സെറ്റാണ്. അപ്പോൾ പേരൻസ് ഈ ഒരു കാര്യത്തിൽ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് താല്പര്യമുള്ള ബ്രാഞ്ചുകളിൽ അവരെ ചേർത്ത് പഠിപ്പിക്കാനായിട്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീഡിയോസ് ഫലപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടുന്നതായിരിക്കും.